ഹലോ ഫോർട്ടിയേഴ്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷനാണ്. അപ്പം അഡൽട്ട് എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് കുറേ പോർഷൻസ് നമ്മൾ കവറപ്പ് ചെയ്തു. അവസാനം പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചൊന്നും മെൻഷൻ ചെയ്തായിരുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിച്ചില്ല. അപ്പം അതിനകത്ത് നോക്കാം, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ഒന്നും അല്ല. ഈ പുസ്തകത്തിലൊരു 12 പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പറയുന്നുണ്ട്. ആ പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ അഡൽട്ട് എഡ്യൂക്കേഷനെ വളരെയധികം ഇഫക്റ്റീവ് ആക്കാനും മീനിങ് ആക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. തന്നെ എൻ്റെ അഡൽട്ട് എഡ്യൂക്കേഷൻ നന്നായിട്ട് നടന്നു പോകണമെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അപ്പം ഇതെന്തൊക്കെയാണെന്ന് ഞാൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അഡൽട്ട് എഡ്യൂക്കേഷൻ നീഡ്സ് അസസ്മെൻറ്റ്. സെക്കൻഡ് ഈസ് സേഫ്റ്റി ഇൻ എൻവയൺമെൻറ്റ് ആൻഡ് ഇൻ ദ പ്രോസസ്. ദെൻ സൗണ്ട് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വൺ റീഎൻഫോഴ്സിങ് ആൻഡ് റിവാർഡിങ്. നെക്സ്റ്റ് ഈസ് ടീച്ചിങ് ബൈ ഡെമോൺസ്ട്രേഷൻ. ദെൻ റെസ്പെക്ട് ടു സ്റ്റുഡൻസ്. ദെൻ ടീം വർക്ക്. Development of psychomotor skill, then all-round development, accountability, improves cognitive and affective domain, then role എഡ്യൂക്കേഷൻ. ഇത്രയാണ് മെയിൻലി പ്രിൻസിപ്പിൾസ്. അപ്പോൾ നിങ്ങളിത് എന്നെ നോക്കി അറിയാം, ഒരു 12 പ്രിൻസിപ്പിൾസ് ഇതിലുണ്ട്. ഈ പ്രിൻസിപ്പിൾസാണ് അഡൽട്ട് എഡ്യൂക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്നതും മീനിങ് ഫുൾ ആൻഡ് ബെനിഫിഷ്യൽ ആക്കുന്നതും. ഇനി നമ്മൾ ഓരോന്നിലേക്ക് നോക്കാം. എന്താണ് നീഡ് ഫോർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് അഡൽട്ട് എഡ്യൂക്കേഷൻ നീഡ്സ് അസസ്മെൻറ്റ് വിച്ച് മീൻസ് ദാറ്റ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് കരിക്കുലം ആർ അറേഞ്ച്ഡ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പഠന സമ്പ്രദായമാണെങ്കിലും ആ പഠിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അത് പഠിക്കാൻ വരുന്നവരുടെ നീഡ് അനുസരിച്ചായിരിക്കണം അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരു അസസ്മെൻറ്റ് ഉണ്ടാകണം. എന്തിനാ അസസ് ചെയ്യുന്നത്? കാരണം അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് ആ നീഡിൻ്റെ ബേസിസിലായിരിക്കും അവരുടെ കരിക്കുലം അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടേതായ എന്തൊക്കെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തണം, എന്തൊക്കെ ആയിരിക്കണം അവരുടെ കരിക്കുലം, ഇങ്ങനെയുള്ള കാര്യം പ്ലാൻ ചെയ്യാൻ. അപ്പം നീഡ് ഫോർ അസസ്മെൻറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഇറ്റ് ആക്ട്സ് ആസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ. പിന്നെ സേഫ്റ്റി ഇൻ എൻവയൺമെൻറ്റ് ആൻഡ് പ്രോസസ്സ്. അതായത് നമുക്കറിയാമല്ലോ, ഇപ്പം അഡൽട്ട് എന്ന് പറഞ്ഞാൽ തന്നെ പല പ്രായത്തിലുള്ളവരൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ അണ്ടർഗോ ചെയ്യാൻ വരുന്നുണ്ടാവും. അപ്പോൾ അവർ പഠിക്കുന്ന സാഹചര്യത്തിന് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷണൽ സേഫ്റ്റി ഇൻ ദ ലേണിംഗ് എൻവയൺമെൻറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വിച്ച് മീൻസ് ഫ്രം നാച്ചുറൽ ഹസാർഡ്സ്, making available good sheltered environment and practicing with പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. അതായത് പഠിക്കുന്ന സാഹചര്യം വളരെയധികം സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം. അത് അവർക്ക് നല്ലൊരു ഷെൽട്ടർ കൊടുക്കുന്ന ഏരിയ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടണം. അതുപോലെ തന്നെ അവർക്ക് പല ആൾക്കാർക്കും പേഴ്സണൽ സെക്യൂരിറ്റി എടുക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടാകണം. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ, സേഫ്റ്റി ഇൻ എൻവയൺമെൻറ്റ് ആൻഡ് പ്രോസസ്. അതായത് എൻവയൺമെൻറ്റിലും ആ പഠിപ്പിക്കുന്ന സാഹചര്യത്തിലും എൻവയൺമെൻറ്റ് ആ പഠന രീതികളിലും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണം. ഓക്കെ. പിന്നെ സൗണ്ട് റിലേഷൻഷിപ്പ്. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൗണ്ട് മീൻസ് വെരി ഹാർമോണിയസ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ടീച്ചേഴ്സും കുട്ടികളുമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലും നല്ല ബന്ധം വേണം. അതുകൂടാതെ കുട്ടികളുടെ ഇടയിലും നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് സൗണ്ട് റിലേഷൻഷിപ്പ് എന്ന്. ഓക്കെ. നെക്സ്റ്റ് ഈസ് റീഇൻഫോഴ്സിങ് ആൻഡ് റിവാർഡിങ്. അതായത് റീഇൻഫോഴ്സിങ് ആൻഡ് റിവാർഡിങ് ഫോർ ബെറ്റർ പെർഫോമൻസ് to motivate the learners to learn further in a better way and perform well. എന്ന് പറഞ്ഞാൽ നല്ലത് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തോടെയാണ് പഠിക്കാൻ വരുന്നത്, ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്ന കുട്ടികളെ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ നേരായ വിധത്തിൽ പഠിച്ച് മുന്നേറുന്ന വ്യക്തികളെ, അങ്ങനെ ഒത്തിരി പോസിറ്റീവ് ഇഫക്റ്റ് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് അപ്പോഴപ്പോഴേ അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റും റിവാർഡും കൊടുക്കണം. അതായത് അവർക്ക് ഒത്തിരി പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ എൻകറേജ്മെൻറ്റും ഒക്കെ കൊടുത്താൽ മാത്രമേ വീണ്ടും വീണ്ടും അവരുടെ പഠിത്തം തുടർന്ന് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് ഉണ്ടാകത്തുള്ളൂ. അതാണ് പറയുന്നത് റീഇൻഫോഴ്സിങ് ആൻഡ് റിവാർഡിങ് ഫോർ ബെറ്റർ പെർഫോമൻസ് ടു മോട്ടിവേറ്റ് ദ ലേണേഴ്സ് ടു ലേൺ ഫർദർ ഇൻ എ ബെറ്റർ വേ ആൻഡ് പെർഫോം വെൽ. ഓക്കെ. അതാണ് റീഇൻഫോഴ്സിങ് ആൻഡ് റിവാർഡിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. അടുത്തത് ടീച്ചിങ് ബൈ ഡെമോൺസ്ട്രേഷൻ. അതായത്
ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് ചുമ്മാതെ വന്ന് ക്ലാസ്സിൽ വന്ന് ലെക്ചർ ചെയ്യുകയോ തിയറിയോ ഒക്കെ ചുമ്മാതെ പറഞ്ഞു കൊടുത്തിട്ട് പോകാതെ അഡൾട്ട്സിനെ പഠിപ്പിക്കുക. അവർക്കറിയാമല്ലോ ബേസിക് എഡ്യൂക്കേഷൻ അവർക്കില്ല. പല കാര്യങ്ങളും മറ്റുള്ളവരെ ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയവരെ പിന്നെ ഗ്രാസ്പ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാകും. അവരുടെ ലിറ്ററസി റേറ്റ് പല വിധത്തിലുള്ളവരായിരിക്കും പഠിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അവരെ കാണിച്ച് എന്നുവെച്ചാൽ ഡിമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ പഠിപ്പിക്കണം. അതായത് പഠിപ്പിക്കലിൽ ഒരു സ്വാഭാവികത കൊണ്ടുവരണം. മനസ്സിലായോ? അല്ലാതെ ചുമ്മാതെ വന്ന് ലെക്ചർ ചെയ്യുകയോ ചുമ്മാതെ സൂപ്പർഫിഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുകയോ അവരുടെ നീഡ് അറിഞ്ഞ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിക്കണം. അതായത് ടീച്ചറിന് മനസ്സിലാകണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരേ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല, പല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, പല ലിറ്ററസി റേറ്റ് ഉള്ളവരാണ്. അപ്പോൾ അന്നേരം ഒരുപാട് തിയറി പറയാതെ തന്നെ ഓരോ കാര്യങ്ങൾ കാണിച്ച് പഠിപ്പിച്ചാൽ അവർ ആ പഠിപ്പിനൊരു സ്വാഭാവികത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മനസ്സിലായി? അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടീച്ചിങ് ബൈ ഡിമോൺസ്ട്രേഷൻ ടെക്നിക് ഓർ പ്രൊവൈഡിങ് റിയൽ ഓർ സിമുലേഷൻ എൻവയൺമെൻറ്റ്. സിമുലേഷൻ എന്ന് വെച്ചാൽ സ്വാഭാവികതയുള്ള എൻവയൺമെൻറ്റിനാണ് സിമുലേഷൻ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓർ സിമുലേഷൻ എൻവയൺമെൻറ്റ് വെയർ ദ ലേണേഴ്സ് സ്റ്റഡി ബൈ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ റാദർ ദാൻ സ്റ്റിക്കിംഗ് ഓൺ ഓൺലി ടു തിയറി. അതായത് ഈ പഠിച്ച തിയറിയൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നമ്മുടെ സ്വന്തമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒക്കെ ഏത് വിധത്തിൽ ഈ പറയുന്ന തിയറി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവരെ ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും കുറേ കൂടെ, അല്ലെങ്കിൽ സ്വാഭാവികത ഉൾക്കൊണ്ട് പഠിപ്പിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. അങ്ങനെ വേണം കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി തിരഞ്ഞെടുക്കാൻ ടീച്ചേഴ്സ്. ഓക്കെ, കുട്ടികളല്ല അഡൾട്ട്സിനെ പഠിപ്പിക്കുന്ന രീതി. ഓക്കെ, പിന്നെ അടുത്ത പ്രിൻസിപ്പിളാണ് റെസ്പെക്ട് ടു സ്റ്റുഡൻസ്. അതായത് കുട്ടികളെ ബഹുമാനിക്കണം. ടീച്ചേഴ്സ് ആയാലും, അതായത് പ്രത്യേകിച്ച് അവർ സ്വന്തമായ തീരുമാനം എടുക്കാനൊക്കെ പ്രാപ്തരായിരിക്കുമല്ലോ. കാരണം പ്രായമായ ആൾക്കാരല്ലേ, അവർക്ക് അവർക്ക് ലോകപരിജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് പല പല കാര്യത്തിലും ഉണ്ടാകും. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെക്കാട്ടിൽ വേറെ പല കാര്യങ്ങളിലും അവർക്ക് എക്സ്പീരിയൻസ് വെക്കണം. കാരണം അവർ ഭൂമിയിൽ ജനിച്ച് വീണിട്ട് ഇത്ര മാത്രം മുന്നോട്ട് പോയി ഏജ് ഉള്ളവരല്ലേ. അപ്പോൾ അവർക്ക് പിന്നെ പല പല അനുഭവജ്ഞാനം ഉണ്ടാവും. അത് ഇൻഫോർമൽ ഒരു വേ ഓഫ് എഡ്യൂക്കേഷൻ ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാം. അനുഭവജ്ഞാനം അത് പുസ്തകത്തിൽ പോയി പഠിക്കുന്നതല്ല, കോളേജിൽ പോയി പഠിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുന്ന അനുഭവജ്ഞാനം അവർക്ക് കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് പല പല കാര്യത്തിലും, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ തന്നെ പലതിലും നേരത്തെ കൂട്ടി അവർക്ക് തീരുമാനം എടുക്കാനൊക്കെ പറ്റും. കൊച്ചു കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ നീ അങ്ങനെ നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാതെ തന്നെ ഇവർ അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പഠന കാര്യങ്ങളിൽ സ്വയം പല തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് കഴിയും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് കൊടുക്കണം, അംഗീകരിച്ചു കൊടുക്കണം. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവ് റെസ്പെക്ട് ടു ദ സ്റ്റുഡൻസ് ഇൻ ദെയർ ഡിസിഷൻ മേക്കിംഗ് ഇൻ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഷുഡ് ബി ടു-വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ, ദസ് മേക്കിംഗ് ലേണിംഗ് ഇൻട്രാക്റ്റീവ്. അതായത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ വെറുതെ വന്ന് വായിക്കുകയോ നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറയാതെ തന്നെ എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ ഈ പഠിക്കാൻ വരുന്നവർ ഒത്തിരി അനുഭവജ്ഞാനം ഉള്ളവരാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് ഡിഗ്രി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇല്ലായിരിക്കാം, പക്ഷേ അവർ ജീവിതാനുഭവങ്ങൾ അവർക്ക് കൂടുതലുണ്ടാകും. കാരണം അഡൾട്ട് അല്ലേ അവർ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അവർ പല പല കാര്യങ്ങളും അവർക്ക് ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ പങ്കുവെച്ചെന്നിരിക്കും മറ്റുള്ളവരുമായിട്ട്, അല്ലേ. ഇപ്പോൾ വേറൊരാൾ എനിക്കിങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹവും പങ്കുവെച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ബിറ്റ്വീൻ ദ അഡൾട്ട് ലേണേഴ്സ് ആൻഡ് ദ ടീച്ചേഴ്സ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻട്രാക്ഷൻ. ദാറ്റ് മീൻസ് ദേ ആർ ഷെയറിങ് ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഈച്ച് അതർ. ഓക്കെ, പിന്നെ അടുത്തത് ടീം വർക്ക്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരാൾ ഒത്തുപിടിച്ചാൽ മലയും പോലും അങ്ങനെ കണ്ടൊരു തിയറി, ഒരു പ്രൈസ് ഉണ്ടല്ലോ. അതായത് ഒരാൾ മാത്രം കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കാതെ ആ കോളേജിൽ, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ എത്ര പേര് ആ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടോ അവരെല്ലാവരും കൂടെ യുണൈറ്റഡ് ആയിട്ട് വേണം ഉള്ള ഒരു അപ്രോച്ച് വേണം, ടീം അപ്രോച്ച് വേണം അവരുടെ പഠിപ്പിൽ കാണിക്കാൻ. അതായത് ദാറ്റ് ഈസ് അഡൾട്ട് എഡ്യൂക്കേഷൻ ക്യാൻ ബി സക്സസ്ഫുള്ളി implemented by teamwork where all the departmental teachers cooperate with the students in achieving the goals and philosophy of adult education. അതായത് അഡൾട്ട് എഡ്യൂക്കേഷൻ്റെ ഫിലോസഫി നിലനിർത്താനും അതുപോലെ തന്നെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനും ആ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് ഏകോപിച്ച് ഒരു ടീം വർക്കായിട്ട് വേണം അവരുടെ ഈ അഡൾട്ട് എഡ്യൂക്കേഷൻ നടത്താൻ. ഓക്കെ, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോമോട്ടർ സ്കിൽ. അങ്ങനെ പറഞ്ഞാൽ ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് സൈക്കോമോട്ടർ സ്കിൽ, വിച്ച് മീൻസ് ദ കരിക്കുലം ഈസ് പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ്
the theoretical knowledge learned is implemented and the skill in solving problem is improved. അതായത് നമ്മൾ സൈക്കോമോട്ടർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു പ്രാക്ടിക്കൽ വർക്ക് അതിനകത്ത് ഉണ്ടാവണം, പഠിച്ചതിൽ നിന്ന് ഉണ്ടാവണം. പിന്നെ അവരുടെ സൈക്കോമോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാദ്യം നമ്മുടെ കൂടുതൽ നോളജ് ഗ്രാസ്പ് ചെയ്തെടുക്കണം. അതിന് എന്താ പറയുന്നത്, അതിന് കൂടുതൽ സൈക്കിക് ഫങ്ഷനാണത്, കൂടുതൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ നേടിയെടുത്ത അറിവുകളെല്ലാം തന്നെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ കൊണ്ടുവരണം. അതായത് പരിശീലനത്തിന് വേണ്ടി ആകണം, അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാനോ ചെയ്ത് കിട്ടാനോ വേണ്ടിയായിരിക്കണം. അതിനാണ് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷനകത്ത് സൈക്കോ മോട്ടോർ സ്കില്ല്, അതായത് മനസ്സും അവിടെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ബ്രെയിനും അവിടെ പ്രവർത്തിക്കണം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഇഫക്റ്റായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉള്ള കഴിവ് പോലും ഈ പഠിത്തത്തിൽ നിന്ന് അവർക്കുണ്ടാകണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാര്യം അതങ്ങനെ പറയാൻ എന്താ വെച്ചാൽ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളവർ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ടു ബ്രിങ് അബൌട്ട് ഡിസൈഡ് ബിഹേവിയർ ചേഞ്ചസ് ആൻഡ് ഗുഡ് ആറ്റിറ്റ്യൂഡ് ഇൻ ആൻ ഇൻഡിവിജ്വൽ എങ്കിൽ മാത്രമേ അതിനെ എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റൂ. എഡ്യൂക്കേഷൻ ഈസ് ബ്രിങ്ങിങ് അബൌട്ട് ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് പ്രാക്ടീസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. ആക്ടീസ് ബിഹേവിയർ പ്രാക്ടീസ്, അല്ലെങ്കിൽ നോളജ് കിട്ടണം. ആ നോളജിൽ നിന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ നിന്ന് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഡെവലപ്പ് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് മറ്റുള്ളവർ ഞാൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെന്ന് തോന്നണമെങ്കിൽ അവരുടെ തലയിലിരുന്നാൽ പോരാ തിയറി എല്ലാം. കാരണം ആ പഠിച്ചതെല്ലാം കൂടെ അവരുടെ ബിഹേവിയറിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ആ പഠിത്തത്തിൻ്റെ ഒരു പ്രൂഫായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കത്തുള്ളൂ ഈ വ്യക്തി എഡ്യൂക്കേറ്റഡ് ആണെന്ന്. മനസ്സിലായോ? എന്നുവെച്ചാൽ ബ്രിങ്ങിങ് അബൌട്ട് the knowledge should bring about desirable changes in the behavior of an individual as well as in the attitude of an individual. എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. ഈ മനോഭാവത്തിലും പെരുമാറ്റത്തിലും ഡിസൈറബിൾ ചേഞ്ച് വരുത്തണം. എങ്ങനെ? അതായത് കൂടുതൽ നോളജ് നമുക്ക് കിട്ടുന്നു, പഠിത്തത്തിൽ കൂടെ കൂടുതൽ നോളജ് കിട്ടുന്നതുകൊണ്ട്. അതായത് കുറച്ചുകൂടെ ഞാൻ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, പഠിത്തത്തിൽ കൂടെ കിട്ടുന്ന പുതിയ നോളജ് ഒരു വ്യക്തിയുടെ മനോഭാവത്തിലും അയാളുടെ ബിഹേവിയറിലും ഡിസൈറബിൾ ചേഞ്ചസ് കൊണ്ടുവരണം. ആ ഡിസൈറബിൾ എന്നുള്ള വേർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അഭികാമ്യമായ പെരുമാറ്റവും അഭികാമ്യമായ മനോഭാവവും ഒരു വ്യക്തിയിൽ കൊണ്ടുവരണം. എങ്ങനെ? കിട്ടുന്ന പുതിയ നോളജ് കൊണ്ട്. എങ്കിൽ മാത്രമേ ആ വ്യക്തി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ എത്രമാത്രം പഠിച്ചാലും അയാളുടെ ബിഹേവിയർ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇയാൾ പഠിച്ചതാണോ എന്നിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്. അപ്പം നമ്മൾ പഠിച്ച ഒരാളെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ അത് നമ്മുടെ ബിഹേവിയർ, നല്ല പോസിറ്റീവ് ബിഹേവിയറിൽ കൂടെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയും കാണിച്ചാൽ മാത്രമേ അത് ആ ഇൻഡിവിജ്വൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഒത്തിരി ഡിഗ്രി എടുത്തുകൊണ്ടോ PhD എടുത്തുകൊണ്ടോ MPhil എടുത്തുകൊണ്ടോ അയാളുടെ ബിഹേവിയർ ഡിസൈറബിൾ അല്ല, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് ഡിസൈറബിൾ അല്ലെങ്കിൽ എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുന്നുണ്ടോ. ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ ഈസ് ടു, അത് ഏത് എഡ്യൂക്കേഷൻ്റെ അങ്ങനെയാണ്, പക്ഷേ അതിവിടെ അവർ എംഫസൈസ് ചെയ്യുന്നു മാത്രം. കാരണം ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് സൈക്കോമോട്ടർ സ്കിൽ, which means the curriculum is planned and executed in such a way that the theoretical knowledge learned is implemented and the skill in problem solving is improved. അതായത് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെ മറ്റുള്ളവർ ഇതൊന്ന് ചെയ്തതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ നോളജ് കൊണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളൊന്ന് തുനിഞ്ഞിറങ്ങി അവർക്ക് കിട്ടിയ ആ ഒരു നോളജ് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു ട്രയലെങ്കിലും നടത്തണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ എവിടെയെങ്കിലുമൊക്കെ വിജയത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നേറാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ സൈക്കോമോട്ടർ ആക്ടിവിറ്റിയുടെ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോമോട്ടർ ആക്ടിവിറ്റിയുടെ പ്രത്യേകത. ഓക്കെ, പിന്നെ അടുത്തത് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ തലങ്ങളും, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ആയാലും അയാളുടെ ബിഹേവിയറിൻ്റെ ആയാലും ഫങ്ഷൻ്റെ ആയാലും എല്ലാ തലങ്ങളിലും കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. അതായത് പ്രൊവൈഡിങ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് ടീച്ചിങ് സ്റ്റുഡൻസ് ടു അക്വയർ
different roles to be respectful, accountable in order to make them ഗുഡ് സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. അതായത് നല്ല പൗരന്മാരായി തീരത്തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതായത് അതിനാന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. സ്റ്റുഡൻറ്റ് ടു അക്വയർ ഡിഫറെൻറ്റ് റോൾസ്, ലൈഫിലെ ഏത് റോളാണെങ്കിലും പബ്ലിക്കിലെ ഏത് റോളാണെങ്കിലും പെർഫോം ചെയ്യാൻ കഴിയണം. അത് അവർ ചെയ്യുന്ന റോള് മീനിങ് ഫുൾ ആകണം. അതിനുവേണ്ടിയാണ് കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ള ധാരണയും അവർക്കുണ്ടാകണം. ഞാൻ ഇത്രയും പഠിച്ച ആളാണ്, ഞാനത് നേരിട്ടില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് എനിക്ക് തീർച്ചയായും ഇത് കഴിയണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനും ഈ പറയുന്ന അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിൾ ഹെൽപ്ഫുള്ളാണ്. അതാണ് ടു അക്വയർ ഡിഫറെൻറ്റ് റോൾസ്, ടു ബി റെസ്പെക്റ്റ്ഫുൾ, അതായത് അവരെ സമൂഹം അംഗീകരിക്കുന്നവരാവണം. അതുപോലെ തന്നെ അവർ അക്കൗണ്ടബിൾ ആകണം എന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്ത ബോധമുള്ളവരാകണം. ഇപ്പം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ ഉത്തരം പറയേണ്ടത് ആരായിരുന്നോ ആ പ്രോബ്ലം നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരാണോ അവരാണ് അതിന് സമാധാനം പറയേണ്ടത്. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അതാരെയാണോ ജോലി ഏൽപ്പിച്ചവർ അവർ വേണം അതിന് ഉത്തരം പറയാൻ. അപ്പോൾ അങ്ങനെ ഞാനാണ് ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്ത് എന്തിനും ഉത്തരം പറയേണ്ടത്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഉത്തരം പറയേണ്ടതെന്നുള്ള ധാരണ ഉണ്ടാക്കാനും ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തത് ഡെവലപ്പ് സ്കിൽ ഇൻ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. പിന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ സമാധാനം പറയുക എന്നൊക്കെ പറയുന്നത്, ആരാതിന് ഉത്തരവാദി, ആരാണ് ഇതിന് സമാധാനം പറയേണ്ട ആൾ എന്നുള്ള അതായത് എൻ്റെ ജോലി ഏറ്റെടുക്കുന്ന ജോലി ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്യണം, അത് എന്തെങ്കിലും കുഴപ്പം വന്നാലും ഞാനാണ് അതിന് ഉത്തരവാദി എന്നൊരു ബോധം ഡെവലപ്പ് ചെയ്യുക. അതാണ് അക്കൗണ്ടബിലിറ്റി. പിന്നെയുള്ളത് ഇംപ്രൂവ്സ് കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ബ്രെയിനിൻ്റെ യൂസോടുകൂടി, അതാണ് കോഗ്നിഷൻ. പിന്നെ അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നേടിയെടുക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു വിചാരം ഉണ്ടാകണം, ഞാൻ ഇത്രമാത്രം പഠിച്ച ആളല്ലേ, അതുകൊണ്ട് ഞാനിത് ചെയ്യാനും ബാധ്യസ്ഥനാണ്, ഇതിൻ്റെ ഇഫക്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാനും എനിക്ക് തന്നെ നേടിയെടുക്കാനും ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ള വൈകാരികമായ ഒരു അവസ്ഥ, അതാണ് അഫക്റ്റീവ് ഡൊമൈൻ. അപ്പോൾ ഈ രണ്ട് ഡൊമൈനും അതായത് അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിളിൽ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ദാറ്റ് ഈസ് ഇംപ്രൂവ്സ് ദ കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻ. കോഗ്നിറ്റീവ് മീൻസ് മനസ്സിലാക്കാനുള്ള കഴിവ്. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ മീൻസ് ആ മനസ്സിലാക്കൽ കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനകാരി ആവണം, എനിക്കും പ്രയോജനകാരി ആകണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ്, അതാണ് അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു വികാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് അഫക്റ്റ് അല്ലെങ്കിൽ അഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് റോൾ എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞാൽ റോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റോൾ ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ വിച്ച് എക്സ്പ്ലെയിൻസ് ദ ഫ്യൂച്ചർ റോൾ ദാറ്റ് ദ അഡൽട്ട് ലേണേഴ്സ് ആർ ഗോയിങ് ടു ഫേസ്. അതായത് ഈ അഡൽട്ട് ലേണേഴ്സ് അവരുടെ പഠിത്ത കാലത്ത് തന്നെ അവർക്ക് മനസ്സിലാകണം, ഞാൻ ഭാവിയിൽ പലതും ഫേസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അതിന് ഞാൻ പ്രാപ്തനാകണം, അതിനുവേണ്ടിയാണ് ഞാൻ പഠിക്കാൻ വന്നേക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് റോൾ എഡ്യൂക്കേഷൻ. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നീ പഴയതുപോലെയല്ല, നീ ഇപ്പോൾ ഇത്ര നോളജ് അക്വയർ ചെയ്ത ഒരാളാണ്, അപ്പം നിനക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധമുണ്ട് നിന്നോട് തന്നെയും നീ ചെയ്യുന്ന ജോലികളിലും രാജ്യത്തോട് തന്നെയും എന്നുള്ളൊരു നോളജ് അവർക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് അവരുടെ റോൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നതിനാണ് റോൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവർ പഠിക്കുന്ന കാലത്തൊക്കെ പല ഉത്തരവാദിത്തങ്ങളും പല അസൈൻമെൻറ്റും ഒക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അതിന് അവർക്ക് ഇന്ന സമയത്ത് അത് കൊണ്ടുവെക്കണം എന്നുള്ള ഡെഡ് ലൈനോ ഒക്കെ കൊടുത്തുന്നിരിക്കും. അപ്പോൾ അവർ സ്ട്രിക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്കൊരു ഉത്തരവാദിത്വ ബോധം അവർക്ക് സ്വന്തമായിട്ട് അവർ ഡെവലപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആ ഒരു ശീലം നേടിയെടുത്ത കുട്ടികൾ പിന്നെ പഠിച്ചിറങ്ങി കഴിയുമ്പോഴും അവരുടെ സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അത് നിലനിർത്താൻ ശ്രമിക്കും. അതായത് ബെറ്റർ അതായിട്ട് റോൾ എങ്ങനെ എടുക്കണം, ആ റോൾ എങ്ങനെ പെർഫോം ചെയ്യണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവർ ഡെവലപ്പ് ചെയ്യും ഈ പഠിത്ത സമയത്ത് തന്നെ. അത് റോൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ. അതായത് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അങ്ങ് വിടുകയല്ല ചെയ്യേണ്ടത്, അവരെ ഓരോ റോളും എടുക്കുന്നത് എങ്ങനെയാണെന്ന് ആ റോളിനെ പറ്റി നല്ല അവെയർ കൊടുത്ത് ആ റോൾ എങ്ങനെ പെർഫോം ചെയ്യണം, അതെങ്ങനെ ഇഫക്റ്റീവ് ആക്കണം, അതുകൊണ്ട് അവർക്കും മറ്റുള്ളവർക്കും എന്ത് പ്രയോജനമാണ് കിട്ടുന്നതെന്നുള്ള അവരെ ബോധവൽക്കരിക്കണം. അതാണ് പറയുന്നത് റോൾ എഡ്യൂക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പം സമൂഹത്തിൽ ജീവിക്കുമ്പം പല റോളുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ചിലർ കണ്ടില്ലേ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അവർ പൊളിറ്റീഷ്യനുള്ള കാര്യത്തിൽ അവർക്ക് അതിൻ്റേതായ ഒത്തിരി ഉത്തരവാദിത്വ ബോധങ്ങളുണ്ട്. ചിലപ്പം ഗവൺമെൻറ് സർവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സർക്കാർ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള സർക്കാരിനെ സേവിക്കുന്ന ആൾക്കാർ, അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം അവിടെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട് അല്ലേ. അങ്ങനെ ഓരോ തലങ്ങൾ എടുത്താലും അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതവർക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്കത് ആ റോൾ നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുപോലെ തന്നെ അഡൽട്ട് എഡ്യൂക്കേഷന് വരുന്ന ആൾക്കാർക്കും ആദ്യം ഈ റോൾ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് റോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ ബോധ്യമാക്കുകയും അതിനുവേണ്ടി അവരെ ബാധ്യസ്ഥരാക്കുകയും ചെയ്യണം. അതാണ് റോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റോൾ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ 12 പ്രിൻസിപ്പിൾ ഇവിടെ ഡീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് 1 by 1 നന്നായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡൽട്ട് എഡ്യൂക്കേഷനിൽ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷനാണ്. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു അതിനെപ്പറ്റി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ തീർന്നു. ഇനി നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസീസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ, അതായത് അഡൽട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഏജൻസികൾ ആരാണെന്ന്. അത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്കറിയാം. നമുക്ക് നോക്കുന്നത് നമ്മളെ വിദ്യാഭ്യാസത്തിന് മുന്നിട്ടിറങ്ങുന്ന എല്ലാ ഏജൻസികളും അഡൽട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ. അതായത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടീച്ചേഴ്സ് വരും, ഗവൺമെൻറ് സർവൻറ്റ്സ് വരും, വോളണ്ടിയേഴ്സ് വരും, പിന്നെ സോഷ്യൽ എഡ്യൂക്കേഷൻ വർക്കേഴ്സ്. ഇവരൊക്കെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ വിച്ച് വർക്ക് ആസ് ഏജൻസീസ്. മനസ്സിലായോ? അതായത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ വിച്ച് വർക്ക് ആസ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടീച്ചേഴ്സ് വരും, ഗവൺമെൻറ് സർവൻറ്റ്സ് വരും, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ, പിന്നെ വോളണ്ടിയേഴ്സ്, അതായത് പഠിപ്പിക്കാൻ വേണ്ടി നേരിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി നോളജുള്ള ആൾക്കാരുണ്ട്, ചിലപ്പോൾ റിട്ടയർഡ് പേഴ്സൺസ് ഒക്കെ. അവർ വെറുതെ ഇരിക്കുമ്പോഴും പലയിടത്തും പിന്നെ സംഭാഷണം നടത്താനും അങ്ങനെയുള്ള സെമിനാർ കണ്ടക്ട് ചെയ്യാനും മോഡറേറ്റർ ആകാനും ഒക്കെ അവരെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും ഡയറക്ടറിൻ്റെ ഫീൽ. പിന്നെ സോഷ്യൽ എഡ്യൂക്കേഷൻ വർക്കേഴ്സ്. ഇത്രയാണ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ ഹൂ വർക്ക് ആസ് ഏജൻസീസ്. ഓക്കെ. പിന്നെ വേറൊരു ഏജൻസി ആണ് റെഗുലർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റെഗുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? സ്കൂൾ വരും, കോളേജ് വരും, യൂണിവേഴ്സിറ്റി, ലൈബ്രറീസ്, മ്യൂസിയംസ്, പിന്നെ കറസ്പോണ്ടൻസ് സ്കൂള്, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്, പിന്നെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഗ്രൂപ്പ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയുണ്ടോ അതെല്ലാം അഡൽട്ട് എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി, ലൈബ്രറി, മ്യൂസിയം, കറസ്പോണ്ടൻസ് സ്കൂള്, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്, അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഗ്രൂപ്പ്, ഇതെല്ലാം. അപ്പോൾ അത് വേറൊരു ഗ്രൂപ്പാണ്, ഏജൻസിയാണ്. അടുത്തത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഡിവൈസസ്. അതായത് ഇൻഫോർമൽ എന്ന് പറയുമ്പം നമ്മളൊരു പഠിപ്പിക്കുന്ന സ്ഥാപനം എന്നുള്ള ഇതേ വലിയ പബ്ലിസിറ്റി ഒന്നും അവർക്ക് കാണത്തില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഫോറം, സ്റ്റഡി സർക്കിൾസ്, ഡിസ്കഷൻ ഗ്രൂപ്പ്, പിന്നെ ലിസണിങ് ഗ്രൂപ്പ്, ക്യാമ്പ്സ്, ഇതൊക്കെ അതിനകത്ത് വരുന്ന. ഇതൊക്കെ ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വിച്ച് വർക്ക് ആസ് ഏജൻസീസ് ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. പിന്നെയുള്ളത് റെക്രിയേഷണൽ എഡ്യൂക്കേഷണൽ ബോഡീസ്. അതിന് എക്സാമ്പിളാണ് തിയേറ്ററൊക്കെ. ഇപ്പോൾ നമ്മളൊരു പടം തിയേറ്ററിൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന എത്രയോ സിനിമകൾ വരുന്നുണ്ട്. അതുകൂടാതെ ആ തിയേറ്ററുകളിൽ വെച്ച് ഒരു പ്രത്യേക തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങൾ ഇറങ്ങുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയുള്ള ചില ചിത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആ റെക്രിയേഷണൽ എഡ്യൂക്കേഷണൽ ബോഡീസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് റിലീജിയസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് ബോഡീസ് അവർ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല, പക്ഷേ എന്നാൽ പോലും അവർ ഇൻഡയറക്ട്ലി പലർക്കും വിദ്യാഭ്യാസം കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അതിനാണ് റിലീജിയസ് ബോഡീസൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ 5 തരത്തിലുള്ള ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു, വിച്ച് ആർ വർക്കിംഗ് ആസ് ഏജൻസീസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ അല്ലേ. അത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ, റെഗുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ ഇൻഫോർമൽ എഡ്യൂക്കേഷണൽ ഡിവൈസസ്, പിന്നെ റെക്രിയേഷണൽ എഡ്യൂക്കേഷണൽ ബോഡീസ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് റിലീജിയസ് ബോഡീസ്. ഇത്രയാണ് ഡിഫറെൻറ്റ് ഏജൻസീസ് വിച്ച് ആക്ട് ആസ് ഏജൻസീസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ. ഓക്കെ. അപ്പം നമ്മുടെ അഡൽട്ട് എഡ്യൂക്കേഷൻ വി ആർ കമ്മിങ് ടു ദ ക്ലോസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് പഠിച്ചത് പ്രിൻസിപ്പിൾസും ഏജൻസീസും പ്രൊവൈഡിങ് അഡൽട്ട് എഡ്യൂക്കേഷനാണ്. ഓക്കെ. അപ്പം ഇത് നന്നായിട്ട് പഠിക്കണം. അസൈൻമെൻറ്റിനകത്ത് ഞാൻ പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ ബ്രീഫായിട്ട് എഴുതാനും പറഞ്ഞ് എനിക്ക് അസൈൻമെൻറ്റും തരും. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സോ അഡൽട്ട് എഡ്യൂക്കേഷൻ ഈസ് coming to a close. Okay.